ഹായ് ഫ്രണ്ട്സ്, ഈ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ ആണ് ക്രിസ്മസ്. അത് മാത്രമല്ല, ഒരു വർഷത്തില് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ഒരു സീസണും ക്രിസ്മസ് തന്നെയാണ്. ലോകം മുഴുവൻ ഏകദേശം $1.3 ട്രില്യൺ ആണ് ഈ ക്രിസ്മസ് സീസണിൽ ജനങ്ങൾ ചെലവ് ചെയ്യുന്നത്. ലൈക്ക് സിനിമയ്ക്ക് പോകുന്ന ആയിക്കോട്ടെ, പുതിയ ഡ്രസ്സ് വാങ്ങിക്കുന്ന, കേക്ക് വാങ്ങിക്കുന്ന ആയിക്കോട്ടെ, ഗിഫ്റ്റ് കൊടുക്കുന്ന ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരും മേടിച്ച് ഈ ക്രിസ്മസിൽ $1.3 ട്രില്യൺ ബിസിനസ് ആണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. ഈ $1.3 ട്രില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാല് 10 ലക്ഷം കോടി, 20 ലക്ഷം കോടി അതൊന്നുമല്ല, അതിനും അപ്പുറം കോടി ആ കണക്ക് വരും. ആൻഡ് ഈ ക്രിസ്മസ് സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അത് വേറെ ആരുമല്ല, സാന്റക്ലോസ്. ബട്ട് ഈ സാന്റക്ലോസും ക്രിസ്മസും തമ്മിൽ എന്താ ബന്ധം? ബൈബിളിലെ ഇങ്ങനൊരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റില്ല. ബൈബിളിലെ ഇല്ലാത്ത ഒരു ക്യാരക്ടർ. അത് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജനനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാള്. പിന്നെ എന്തുകൊണ്ടാണ് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും സാന്റക്ലോസിനെ ഓർക്കുന്നത്? ആരാണ് ഈ സാന്റക്ലോസ്? അത് മാത്രമല്ല, ഇന്ന് നമ്മൾ സാന്റക്ലോസിനെ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കൊക്കോകോളയാണ്. സാന്റക്ലോസിന്റെ മൊത്തം ചരിത്രവും ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാന്റക്ലോസിന്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ടർക്കിയിൽ AD 4-ാം നൂറ്റാണ്ടിൽ ജനിച്ച വിശുദ്ധ നിക്കോളാസ് അല്ലെങ്കിൽ സെയിന്റ് നിക്കോളാസ് ആണ് സാന്റക്ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സെയിന്റ് നിക്കോളാസ് ഭയങ്കര ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അദ്ദേഹം ആരെങ്കിലും ഒരാളെ സഹായിച്ചെന്ന് വെച്ചു, അത് അദ്ദേഹമാണ് സഹായിച്ചത് എന്ന് ആ വ്യക്തി അറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പിന്നീട് അവർ വന്നിട്ട് സഹായിച്ചതൊക്കെ ഒരുപാട് നന്ദി എന്നൊക്കെ ഒന്ന് പറയത്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ, അതായത് അദ്ദേഹം ആരെയാണോ സഹായിക്കുന്നത് ആ വ്യക്തി പോലും അറിയാത്ത രീതിയിൽ സഹായിക്കുന്നതാണ് ഈ സെയിന്റ് നിക്കോളാസിന്റെ ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു പ്രാവശ്യം ഇദ്ദേഹം ജെറൂസലേമിലേക്ക് പോയി അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തെ കണ്ടു. അവരോട് പറഞ്ഞു, ഇന്നൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിച്ചോട്ടെ, നാളെ രാവിലെ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നു. അവരും സമ്മതിച്ചു. ആ ഫാമിലി ഭയങ്കര പാവപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. ഒരു അപ്പനും 3 മക്കളുമായിരുന്നു. ആ ഫാമിലിയിൽ 3 പെൺമക്കളായിരുന്നു. അന്ന് ഈ ജെറൂസലേം എങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടികളെ, അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ച് വിട്ടോണം, അല്ലെങ്കിൽ അവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആവും. അതായത് ചുറ്റുമുള്ള ആൾക്കാര് അവർ അങ്ങനെ നോക്കൂ. അപ്പൊ അവർക്ക് വേറെ ഓപ്ഷൻ കാണത്തില്ല. കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരും ആ പെൺകുട്ടികളെ അങ്ങനെ നോക്കൂ. ആ പെൺകുട്ടികൾക്കും വേറെ ഓപ്ഷൻ കാണത്തില്ല, ആ ജോലിക്ക് തന്നെ പോകേണ്ടിയും വരും. സോ അന്ന് രാത്രി ഈ 3 പെൺകുട്ടികളുടെ അച്ഛൻ സെയിന്റ് നിക്കോളാസിന്റെ അടുത്ത് വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. എന്റെ കയ്യിൽ പണമില്ല, ഭാവിയിൽ എന്റെ മക്കളൊക്കെ ഇനി ഈ അവസ്ഥയിലാകാൻ പോവാണ് എന്ന് ആലോചിക്കുമ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ല. അതെന്താന്ന് വെച്ചാൽ, അന്ന് ജെറൂസലേമിൽ അന്ന് കല്യാണം കഴിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനമായിരുന്നു ഡൗറി, സ്ത്രീധനം. ഇതുണ്ടെങ്കിലേ, അത്യാവശ്യം നല്ല സ്ത്രീധനം ഉണ്ടെങ്കിൽ അന്നൊക്കെ പെൺകുട്ടികൾക്ക് കല്യാണം നടക്കുകയുള്ളൂ. അപ്പൊ അന്ന് കൊടുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് പെൺപിള്ളാരെ കെട്ടിച്ചുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ മക്കളൊക്കെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആവാൻ പോവാണ് എന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ച് അദ്ദേഹം സെയിന്റ് നിക്കോളാസിനോട് പറയുന്നു. അപ്പൊ പിറ്റേ ദിവസം സെയിന്റ് നിക്കോളാസ് ഈ കഥയൊക്കെ കേട്ടിട്ട് വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണം ഒക്കെ കൊടുത്ത് സ്വർണം മേടിച്ച് 3 സോക്സിൽ ഈ സ്വർണ്ണമൊക്കെ അങ്ങ് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ, ആ 3 പെമ്പിളാറുള്ള അച്ഛനില്ലേ, അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഉള്ള മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് അങ്ങ് പോയി രാത്രി. പിറ്റേ ദിവസം ഈ 3 പെൺമക്കളൊന്ന് നോക്കുമ്പോഴത്തേക്ക് ആ മരത്തില് മൊത്തം ഈ സോക്സ് കെട്ടിയിട്ടേക്കുന്നു. അതെന്താന്ന് എടുത്ത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ആ സോക്സിൽ, ഓരോ സോക്സിലും മൊത്തം സ്വർണ്ണം ഇരിക്കുക. 3 പെൺപിള്ളാരുടെ കയ്യിൽ 3 സോക്സിലും മൊത്തം സ്വർണം. അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി അവരുടെ ജീവിതം മാറാൻ പോവാന്ന് അവർക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഈ മക്കൾ ഓടിപ്പോയി അച്ഛനോട് പറയുന്നു. അപ്പൊ അച്ഛൻ വിചാരിച്ചു ദൈവമായിരിക്കും ഇത് ചെയ്തത് എന്ന്. അപ്പൊ ഈ അയലോക്കക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ പറഞ്ഞു, ദൈവമല്ല, ഒരാളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി, അദ്ദേഹമാണ് വന്നിട്ട് രാത്രി ഈ മരത്തിൽ ഇതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുന്നു. ആരാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ അടയാളങ്ങളൊക്കെ പറഞ്ഞു. ആള് ഒരു ഗ്രീൻ കളർ ഡ്രസ്സാ ഇട്ടിരുന്നേ, ആൾക്കൊരു താടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ അടയാളങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് മനസ്സിലായി, ഓ, ഇത് സെയിന്റ് നിക്കോളാസ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹം ജെറൂസലേം മുഴുവൻ ഫേമസ് ആകുന്നു. അത് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം ചെയ്ത് കുറെ നല്ല പ്രവൃത്തികൾ
അദ്ദേഹത്തിന് ഇനിയും ഫേമസ് ആക്കി. ഓക്കെ, ഇപ്പൊ ഇദ്ദേഹം ടർക്കിയിൽ ഫേമസ് ആണ്, കാരണം ഇദ്ദേഹം അവിടെയാണ് ജനിച്ചത്. അപ്പൊ അവിടെ കുറെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഫേമസ് ആണ്. പിന്നെ ഇദ്ദേഹം ഇപ്പൊ ജെറുസലേമിലും ഫേമസ് ആയി. ഇപ്പൊ ഞാൻ കഥ പറഞ്ഞല്ലോ. അപ്പൊ ഈ രണ്ട് സ്ഥലത്തിലും ഫേമസ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ഈ ലോകം മുഴുവൻ എങ്ങനെ ഫേമസ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം കൊക്കോകോളയാണ്. ഇന്ന് നമ്മൾ കാണുന്ന സാന്റക്ലോസിന് സെയിന്റ് നിക്കോളാസിന്റെ അതേ രൂപമാണോ ഉള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. 1823 പുറത്തിറങ്ങിയ വിസിറ്റ് ഫ്രോം സെയിന്റ് നിക്കോളാസ് എന്നൊരു പോയമിൽ നിന്നാണ് സാന്റക്ലോസിന് ഒരു രൂപം ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, പിന്നീട് ഇറങ്ങിയ സാന്റക്ലോസ് ആൻഡ് ഹിസ് വർക്ക്സ് എന്ന ബുക്കിൽ നിന്നാണ് സാന്റക്ലോസ് ജീവിക്കുന്നത് നോർത്ത് പോളിലാണ് എന്നൊരു കോൺസെപ്റ്റും വരുന്നത്. ഈ ഡച്ചുകാര് സെയിന്റ് നിക്കോളസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഡിസംബർ 6 പിന്നീട് ഈ ഡച്ച് കുടിയേറ്റക്കാർ കാരണമായിരുന്നു അമേരിക്കയിലും ഈ സെയിന്റ് നിക്കോളാസിന്റെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഡച്ചുകാര് സെയിന്റ് നിക്കോളാസിനെ സെന്റർ ക്ലോസ് എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ അമേരിക്കക്കാര് അങ്ങനെ പറഞ്ഞ് പിന്നെ അവസാനം അത് സാന്റക്ലോസ് ആയി പോയി. അതോടുകൂടി തന്നെ അമേരിക്കക്കാരുടെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറി സാന്റക്ലോസ്. 1823 സാന്റക്ലോസിന് രൂപം ഉണ്ടായി എങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന റെഡ് ഡ്രസ് ഒക്കെ ഇട്ട് സാന്റക്ലോസ് ഉണ്ടാകുന്നത് 1931 കൊക്കോകോളയുടെ ഒരു ക്രിസ്മസ് അഡ്വർടൈസ്മെന്റിന്റെ ഒരു ക്യാരക്ടറിൽ നിന്നാണ്. കാരണം കൊക്കോകോളയെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും, റെഡ് ആൻഡ് വൈറ്റ് ആണ് അവരുടെ ലോഗോയുടെ കളർ. ആ കളർ തന്നെയാണ് അവർ സാന്റക്ലോസിന് കൊടുത്തത്. അതുവരെ ഗ്രീൻ കളറിൽ ഇരുന്ന സാന്റക്ലോസിനെ ഇവരാണ് റെഡ് ആൻഡ് വൈറ്റ് ആക്കിയത്. ഈ അഡ്വർടൈസ്മെന്റ് ഇന്റർനാഷണൽ ലെവലിൽ ഭയങ്കര ഫേമസ് ആയി. അങ്ങനെ സാന്റക്ലോസും ഈ ലോകം മുഴുവൻ ഫേമസ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 6 ആയിരുന്നു സെയിന്റ് നിക്കോളാസിന്റെ തിരുനാൾ. അന്നായിരുന്നു ഈ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത്. ആ ദിവസം മാറ്റി, അതായത് ഡിസംബർ 6 മാറ്റിയിട്ട് അത് ഡിസംബർ 25 മാറ്റിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ കിങ് ആയിരുന്നു. ഇദ്ദേഹമാണ് ഈ കഥയും ഈ ക്രിസ്മസിന്റെ കഥയും മിക്സ് ചെയ്തിട്ട് സാന്റക്ലോസ് ഡേയും ക്രിസ്മസും ഒന്നിച്ചാക്കിയത്. ഈ സാന്റക്ലോസ് ശരിക്കും ഇത്ര ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്നറിയാമോ? സാന്റക്ലോസ്, സെയിന്റ് നിക്കോളാസ് ഇവര് മതം എന്ന ബാരിയറിൽ നിന്ന ആൾക്കാരല്ല. ആര് വന്നാലും അദ്ദേഹം സഹായിക്കുമായിരുന്നു, മതം ഒന്നും നോക്കിയില്ലായിരുന്നു. ഈ സാന്റക്ലോസ് ആയാലും അങ്ങനെയല്ലേ? ഈ സാന്റക്ലോസിന്റെ കോൺസെപ്റ്റ് എങ്ങനെയാണ്? ഒരു കൊച്ച് നല്ല കൊച്ചായിട്ട് ഒരു വർഷം മൊത്തം ഇരുന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന് സാന്റക്ലോസ് ഗിഫ്റ്റ് കൊടുക്കും. അത് ഏത് മതത്തിലുള്ള ഒരു കൊച്ചായാലും ശരി. അതാണ് സാന്റക്ലോസിന്റെ ഒരു കോൺസെപ്റ്റ്. അതാണ് ഈ സാന്റക്ലോസിന്റെ സ്റ്റോറി ലൈൻ. അതുകൊണ്ടാണ് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന, എല്ലാ മതക്കാർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് സാന്റക്ലോസ്. അതാണ് സാന്റക്ലോസിനെ ഇത്രയും ഫേമസ് ആക്കിയത്. സോ ഈ ക്രിസ്മസ് വീഡിയോയിൽ ഈ സാന്റക്ലോസിന്റെ ചരിത്രം എല്ലാവരും അറിയണം എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സാന്റക്ലോസിന്റെ ചരിത്രം അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് മേരി ക്രിസ്മസ്.